ഒരു ഫെസ്റ്റിവൽ 11 ദിവസം ആഘോഷിച്ചപ്പോൾ ജനങ്ങൾ സർക്കാരിലേക്ക്, ജനങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരിലേക്ക് എത്തിച്ചത് മദ്യം കുടിച്ച് തന്നെ 920 കോടി 75 ലക്ഷം രൂപ. നിസ്സാരമല്ല ഈ കണക്ക്. ആ ഒരു വരുമാനം മാത്രമല്ല സർക്കാരിനുള്ളത്. ഈ ഒരു മദ്യം വിറ്റ് കിട്ടുന്ന വരുമാനത്തിനപ്പുറം ആ മദ്യം വിറ്റ് കിട്ടിയ വരുമാനത്തിനേക്കാൾ കൂടുതൽ 3 ഇരട്ടി മറ്റു രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെല്ലപ്പൻ. നമസ്കാരം. നമ്മൾ ഈ ഓണാഘോഷം 2025 ഓണാഘോഷം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ സർക്കാരിലേക്ക് മദ്യം മുഖാന്തരം വിറ്റ് കിട്ടിയ വരുമാനം 920 കോടി 75 ലക്ഷം എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ നിസ്സാരമല്ല. അതിനേക്കാൾ കൂടുതലാണ് മറ്റു രീതിയിൽ അത് ഉപയോഗിച്ച് കിട്ടുന്ന വരുമാനങ്ങൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതെന്തൊക്കെയെന്ന് വെച്ചാൽ, മദ്യം ഉപയോഗിച്ചാൽ മിഡിൽ താഴെ അല്ലെങ്കിൽ കുറച്ചധികം ജനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടാകുകയും അതനുസരിച്ച് സർക്കാരിലേക്ക് മറ്റൊരു വരുമാനം എത്തുകയും ചെയ്യുന്നു. അതുകൂടാതെ ഹോസ്പിറ്റലിലേക്കെത്തുന്ന, ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന രോഗികൾ, അതനുസരിച്ച് സർക്കാരിലേക്ക് മറ്റൊരു വരുമാനം. അതുകൂടാതെ ഇനി മദ്യം ഉപയോഗിച്ച് തമ്മിത്തല്ലി, തമ്മിക്കുത്ത്, അങ്ങനെയുള്ള വഴക്കുകളുണ്ടായി അതിലൂടെയും മറ്റൊരു വരുമാനം. ഇതനുസരിച്ച് നോക്കുമ്പോൾ സർക്കാരിലേക്ക് മദ്യം വിറ്റ വഴി കിട്ടുന്നതിനേക്കാളും 10 മടങ്ങാണ് മറ്റ് അതുപയോഗിച്ച് ജനങ്ങൾ ഉണ്ടാക്കുന്ന വിപത്തുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇങ്ങനെയുള്ള ഫെസ്റ്റിവലുകൾ സാധാരണ രീതിയിൽ സർക്കാരിലേക്ക് എത്തുന്നത് നിസ്സാര എമൗണ്ട് അല്ല, കോടാന കോടിയാണ്. അത് ഒരു മേഖലയിലല്ല, പല മേഖലകളിലൂടെ. നമ്മൾ ഓരോ ഫെസ്റ്റിവലും നന്നായിട്ട് ആഘോഷിക്കാൻ മാധ്യമം ഉൾപ്പെടെയുള്ള മീഡിയകൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് ആഘോഷിക്കുന്നു. ആ ആഘോഷം നല്ല രീതിയിൽ ആഘോഷിച്ച് പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കടക്കണിയിലാണ് ഇടത്തരക്കാരായിട്ടുള്ള ഫാമിലി ഉൾപ്പെടെയുള്ളവർ ചെന്നെത്തുന്നത്. എന്നാൽ അതിൻ്റെ 70% ചെന്നെത്തുന്നത് സർക്കാരിലേക്കാണ്. സർക്കാർ മദ്യം കൊടുത്ത് ആ മദ്യം ഉപയോഗിച്ച് അതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകളിൽ നിന്നും, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല, അത് നമ്മൾ മദ്യം ഉപയോഗിക്കുന്നവർ അത് കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്ന സർക്കാരിൻ്റെ ദീർഘവീക്ഷണമുണ്ട്. ആ ദീർഘവീക്ഷണത്തിലൂടെയാണ് സത്യത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെ ഈ പറയുന്ന ഫെസ്റ്റിവൽ സമയങ്ങളിൽ കൂടുതലായി നമ്മൾ കരങ്ങളിൽ എത്തിക്കുന്നത്. ആ കരങ്ങളിൽ എത്തിക്കുമ്പോൾ മിഡിൽ താഴെയുള്ള ജനവിഭാഗം അത് കൂടുതൽ ഉപയോഗിച്ച് വീണ്ടും സർക്കാരിലേക്ക് ആ പണം റിട്ടേൺ ചെല്ലുന്നു. അങ്ങനെ റവന്യൂ കൂടുതൽ പല മേഖലകളിലൂടെ എക്കണോമിക്കലി ഡെവലപ്പാക്കുന്ന ഒരു രീതിയാണ് സർക്കാർ മദ്യത്തിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ ജനങ്ങൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ മദ്യക്കണക്കുകൾ, ഇത്രയും ഭീമമായൊരു കണക്ക് സർക്കാരിൽ കൊണ്ടുവരുന്ന രീതിയിൽ, ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ ആകാതിരിക്കട്ടെ. ഫെസ്റ്റിവൽ നല്ല ദിനങ്ങളാണ്. ആ നല്ല ദിനങ്ങൾ നല്ലതായി ആഘോഷിക്കാൻ, നോർമലായി ആഘോഷിക്കുവാൻ, മദ്യം ഇല്ലാതെ, ലഹരിയില്ലാതെ ആഘോഷിക്കാൻ ആ രീതിയിലുള്ള ജീവിതശൈലി ഫോളോ അപ്പ് ചെയ്താൽ 99% വരെയും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു വിഷയം ഇതുമായി തന്നെ ഉണ്ടാകും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ എന്ന പ്രതീക്ഷയോടെ നല്ലത് മാത്രം ഭവിക്കട്ടെ. നന്ദി.